രാഷ്ട്രീയ കാര്യസമിതി വളരെ വിശദമായ ചർച്ചകൾ നടത്തുകയുണ്ടായി. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തുടങ്ങിയ രാഷ്ട്രീയ കാര്യസമിതി യോഗം രാത്രി 9:30 മണിക്കാണ് സമാപിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് എത്രയും പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി കാണാൻ കഴിയാതെ പോയിട്ടുള്ളത്. KPCC അധ്യക്ഷനായി ഞാൻ ചുമതലയെടുത്ത ശേഷം മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് നിർലോഭമായ സഹായ സഹകരണമാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നടന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കേണ്ടായി. നേരിട്ട് വരാൻ കഴിയാത്ത ആളുകൾ ഓൺലൈനിലാണ് പങ്കെടുത്തത്. തികച്ചും ആരോഗ്യകരവും ഫലപ്രദവുമായ ചർച്ചകളാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ആദ്യവസാനം നടന്നത്. 2015 നേട്ടം കൈവരിക്കാനായെങ്കിലും പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല എന്നാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിലയിരുത്തിയത്. പൊതുരാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും ഈ പ്രബുദ്ധമായ കേരളത്തിൽ ചർച്ചയായില്ല എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ടാണ് ഈ പൊതുരാഷ്ട്രീയം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇന്നലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചർച്ച നടത്തുകയുണ്ടായി. ഈ വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ഐക്യത്തോടെയും കൂട്ടുത്തരവാദിത്തത്തോടെയും മുന്നോട്ട് പോകാനാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തീരുമാനിച്ചത്. ഈ ജനുവരി 6, 7 തീയതികളിൽ രാഷ്ട്രീയ കാര്യസമിതിയുടെ അംഗങ്ങൾ, MP-മാർ, MLA-മാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ വളരെ വിശദമായ 2 ദിവസത്തെ യോഗം തിരുവനന്തപുരത്ത് ചേരാൻ ഇന്നലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂട്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 19, അതായത് നാളെ, KPCC സെക്രട്ടറിമാരുടെയും ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടറിമാരുടെയും യോഗം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ വെച്ച് ചേരും. ജനുവരി 22 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ വിശദമായി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ആ ബ്ലോക്ക് തലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഗഹനമായ ചർച്ചകൾ നടത്തും. ജനുവരി 23, 24, 26 തീയതികളിൽ ഇതുപോലെയുള്ള യോഗങ്ങൾ 14 ജില്ലാ തലങ്ങളിലും നടത്തപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ MP-മാർ, MLA-മാർ, രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, നിർവാഹക സമിതി അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ ചർച്ചയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. 23-ാം തീയതി കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും, 24-ന് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, 26-ന് തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എന്നിങ്ങനെയാണ് യോഗങ്ങൾ ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചരണങ്ങളെ ഫലപ്രദമായി നേരിടാൻ സാധിച്ചില്ല എന്ന പൊതുവിലയിരുത്തലാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇന്നലെ നടന്നത്. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷനുകൾ, അതുപോലെ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള മികച്ച നേട്ടങ്ങൾ ഈ സർക്കാരിനെ അപേക്ഷിച്ച് എത്രയോ മുൻപന്തിയിലായിരുന്നു എന്ന കാര്യം ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഏകകണ്ഠമായി തന്നെ അത് അംഗീകരിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തതും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അതാണ് സാഹചര്യം. പക്ഷേ അത് വേണ്ട വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കാനോ ജനമനസ്സുകളിൽ അതെത്തിക്കാനോ സാധിച്ചിട്ടില്ല എന്നത് യോഗം ഒരാത്മവിമർശന രൂപത്തിൽ തന്നെ വിലയിരുത്തുകയുണ്ടായി.
പിന്നെ സാമ്പത്തിക പ്രതിസന്ധി. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് യോഗത്തിൽ ഏകകണ്ഠമായിട്ടുണ്ടായത്. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ പണത്തിന്റെ ഒരൊഴുക്ക് തന്നെയാണ് സൃഷ്ടിച്ചെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ അവരെ പ്രത്യേകമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാർട്ടിയുടെ കരുത്തും ശക്തിയും പ്രതിബദ്ധതയും പാർട്ടിയോട് അചഞ്ചലമായ കൂറുമുള്ള ഇങ്ങനെയുള്ള 10,000-കണക്കിന് പ്രവർത്തകന്മാർ തന്നെയാണ്. അവരുടെ മനോവീര്യം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഉജ്ജ്വലമായ വിജയത്തിൽ എത്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇന്നലെ പങ്കെടുത്ത അംഗങ്ങളെല്ലാം തന്നെ പ്രകടിപ്പിച്ചത് എന്ന കാര്യവും ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നടന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നടന്ന യോഗങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ അത്. കാരണം സന്ദേശം കൃത്യമായിട്ടും താഴെ തലങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരാജയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഘടകങ്ങൾ ചേർന്നാണല്ലോ ഒരു പാർട്ടി സംവിധാനം. അപ്പോൾ ആ പരാജയത്തെക്കുറിച്ച്, ആ വീഴ്ചയെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിശകലനമാണ് നടത്തേണ്ടതായിട്ടുള്ളത്. അത് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് 2 ദിവസം 6, 7 തീയതികളിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അടക്കം ഉന്നത നേതാക്കന്മാരുടെ MP-മാരുണ്ടതിൽ, അതുപോലെ തന്നെ ഉന്നത നേതാക്കന്മാരെയൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് സമഗ്രമായി, സമീപകാലത്തൊന്നും അത്തരം യോഗങ്ങൾ നടത്തപ്പെടാറില്ല, 2 ദിവസം പൂർണ്ണമായിട്ടും അതിനു വേണ്ടിയിട്ട് നേതാക്കന്മാർ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അത്രയും ഗൗരവത്തോടുകൂടി തന്നെയാണ് ആ കാര്യങ്ങളെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതേ ഞാൻ പറഞ്ഞല്ലോ, അതേക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചയാണ് നടത്തപ്പെടാൻ പോകുന്നത്. ഇന്നലെ അതേക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകൾ നടത്തി എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും അതുകൊണ്ട് ഞങ്ങൾക്ക് സംതൃപ്തിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. തെറ്റുകൾ തിരുത്തണമല്ലോ. ആ തിരുത്തൽ പ്രക്രിയയ്ക്ക് പാർട്ടിയെ വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു നൈരാശ്യവുമില്ല. സാധാരണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2010 തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് വിജയം നേടാൻ സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. അത് വെച്ചുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് ഞാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. ഇവിടെ 10,000-കണക്കായ ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്, വളരെ നല്ലവർ, ഒന്നും പ്രതീക്ഷിക്കാതെ അവർ നടത്തിയിട്ട ത്യാഗനിർഭരമായ സേവനം അത് ഈ പാർട്ടിക്ക് കരുത്താണ്, ഈ പാർട്ടിക്ക് ആവേശമാണ്. അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഞാനും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മുന്നോട്ട് വന്നത്. അവരാണ് നാളത്തെ വിജയത്തിന്റെ ശില്പികളാകാൻ പോകുന്നത്. അവർ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 അത് പറഞ്ഞപ്പോൾ 19 വിജയം നേടാൻ സാധിച്ചല്ലോ. ആ വിജയത്തിന്റെ ഉടമാവകാശികൾ കൂട്ടായ നേതൃത്വമാണ് എന്ന് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇതേ ഹാൾ വെച്ച് പറയുണ്ടായി. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ വിജയം ഞാൻ പൂർണ്ണമായിട്ടും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള യുവതീ യുവാക്കന്മാരായ പ്രതിബദ്ധതയുള്ള പാർട്ടി പ്രവർത്തകന്മാർക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എല്ലാ ബഹുമതിയും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വത്തിന്, അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ തന്നെ സമ്മതിച്ചല്ലോ. ഇന്നത്തെ ചർച്ചയും അത് തന്നെയാണ്.
ആ വീഴ്ചകളുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയി ആ കാര്യങ്ങൾ വിലയിരുത്തണം. അല്ലാതെ ഒരു ഉപരിതല സ്പർശിയായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും. ഒരു റെസീലിയൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാ കാലത്തും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം ഞങ്ങളുടെ ക്യാഡേഴ്സ് അത്രയും നല്ലവരാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ തന്നെയായിട്ട് പലപ്പോഴും എന്നോടും പറഞ്ഞത്, കോവിഡ് കാലത്ത് ഈ പാർട്ടി പ്രവർത്തകന്മാർ ആരുടെയും സഹായമില്ലാതെയാണ് അവർ ജനസേവനത്തിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചെന്ന് പലയിടത്തെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നന്നായിട്ടറിയാം. നല്ല പ്രവർത്തകന്മാരാണ്, ഒന്നും പ്രതീക്ഷിക്കില്ല. പക്ഷെ അവരുടെ മനോവീര്യം തകർക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇന്നലെ അതേക്കുറിച്ച് ചർച്ച നടത്തി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം 2 ദിവസത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് ഞാൻ നിങ്ങളെ കാണും. അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ ആഴത്തിലിറങ്ങിയുള്ള ഞങ്ങളുടെ ഇത് സംബന്ധമായിട്ടുള്ള വിലയിരുത്തൽ ഞാൻ നിങ്ങളെ അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായം ഓരോ ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. ഒരു പുതിയ വിവാദത്തിലേക്ക് ഒരിക്കലും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്തയിൽ ഇടം പിടിക്കുക, അല്ലെങ്കിൽ ഹെഡ്ലൈൻ സ്ട്രൈക്ക് ചെയ്യുക, ഇതെൻ്റെ പൊളിറ്റിക്കൽ ശൈലിയുമല്ല. ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് വളരെ ശക്തമായ ഭാഷയിൽ പറയുക, അത് നേരായ മാർഗത്തിൽ പറയുകയാണ്. അല്ലാതെ ഒളിച്ചു വെച്ചുകൊണ്ട് പറയുന്ന സ്വഭാവം എനിക്കില്ല എന്നതുകൊണ്ട് പറയേണ്ടടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ സംഘടനാ സംവിധാനത്തിൽ പലയിടത്തും കോട്ടമുണ്ടായിട്ടുണ്ട്, അതേക്കുറിച്ചൊക്കെ തന്നെ ഒരു പുനഃസംഘാടനം അതാവശ്യമുണ്ട് എന്ന രൂപത്തിലുള്ള തികച്ചും ക്രിയാത്മകമായ നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തെക്കുറിച്ചും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു, അത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ 2 ദിവസത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയും അതുപോലെ MP-മാരുടെയും മറ്റ് നേതാക്കന്മാരുടെയൊക്കെ തന്നെ വിശദമായ ആ ചർച്ചകൾക്ക് ശേഷം ആ തീരുമാനം വല്ലതുമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും. ഞാനൊരു സിമ്പിൾ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഞാൻ KPCC അധ്യക്ഷനായ ശേഷം ഐക്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഞാനെടുത്ത നിലപാടും വിട്ടുവീഴ്ചകളും പലപ്പോഴും നിങ്ങൾ പോലും പറയാറുണ്ട്, അത്രത്തോളം വേണമോ പ്രസിഡന്റ് എന്നോട് ചോദിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും അച്ചടക്കം, ഈ പാർട്ടിയുടെ അന്തസ്സ് അതൊരിക്കൽ പോലും നശിപ്പിച്ചുകൂടാ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയുണ്ടായെന്ന് ഒരാളും പറയില്ല. ഞാൻ എല്ലാവരുമായിട്ടും ആലോചിച്ചുകൊണ്ട് എല്ലാവരുമായിട്ടും ചർച്ച നടത്തിക്കൊണ്ട് മാത്രമേ ഞാൻ തീരുമാനമെടുക്കാറ്. നിങ്ങൾക്കറിയാമല്ലോ, നിർണായകമായ എല്ലാ തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ ഫയൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗമാണ് നിരന്തരമായിട്ട് വിളിച്ചു ചേർക്കാറുള്ളത്. എല്ലാ ഘട്ടങ്ങളിലും വിളിച്ചു ചേർത്ത് എല്ലാവരുടെയും പ്രൗഢമായ അഭിപ്രായങ്ങൾ സംശീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കാറുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ശൈലി. ഞാനിത് പറഞ്ഞല്ലോ, ഇതേക്കുറിച്ചൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കൊന്നും അത് ഗുണമല്ല, ഐക്യജനാധിപത്യ കക്ഷിയുടെ കെട്ടുറപ്പിനും ഗുണമല്ല. അത് പറയാം. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ 2 ദിവസത്തെ വിശദമായ ചർച്ച, നേതൃത്വത്തിന്റെ ചർച്ച, അത് കഴിഞ്ഞ ശേഷം എന്താണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയും. അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ്
ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചർച്ചയ്ക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, പറയാൻ എൻ്റെ പാർട്ടി ഒട്ട് അധികാരപ്പെടുത്തിയിട്ടുമില്ല. ഒരച്ചടക്കമുള്ള പാർട്ടി എന്ന രൂപത്തിൽ കെട്ടുറപ്പോടുകൂടിയും കൂട്ടായ്മയോടും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു KPCC അധ്യക്ഷനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവന, വാദവിവാദങ്ങൾ ഇതൊന്നും സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് വാർത്തയിൽ ഇടം പിടിക്കേണ്ട കാര്യവുമില്ല. പാർട്ടിയെ ക്ഷീണിപ്പിക്കേണ്ട സമീപനം എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് എൻ ഓർഫൻ. ഞാൻ 20-ൽ 19 നേടിയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആരും പൂച്ചണ്ട് തന്നിട്ടില്ല. ഞാനെന്താണ് പറഞ്ഞത്? അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഉത്തരവാദി കൂട്ടായ പാർട്ടിയുടെ നേതൃത്വമാണ്. ഇതിന്റെ അവകാശികൾ ആരാണ്? ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിച്ച 10,000-കണക്കായ എൻ്റെ സഹപ്രവർത്തകന്മാരാണ്. ഇത് ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഇതേ ഹാളിൽ ഇതേ ചെയറിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതിലൊന്നും എനിക്ക് തെറ്റില്ല. ഞാൻ കൂട്ടായ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നു. വിജയപരാജയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നില്ല. KPCC അധ്യക്ഷൻ രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പരാജയമുണ്ടായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. മതിയല്ലോ. ഞാൻ അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് മാത്രമല്ല, കേരളീയ പൊതുസമൂഹത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് വന്നില്ല. ചർച്ചയ്ക്ക് വരേണ്ടതില്ലേ? പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയാണോ ഇത്രയേറെ പ്രബുദ്ധതയുള്ള, ഇത്രയേറെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ചർച്ചയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എവിടെയാണ് നമ്മുടെ സമൂഹത്തിന് ഈ ഒരു വീഴ്ച സംഭവിച്ചത്? ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തിയില്ല. അല്ല, ഞാൻ പറയൂ, അതിനെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ലതേ പറഞ്ഞല്ലോ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇന്നലെ കണക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു പ്രസിഡന്റ് അതൊക്കെ ശരിയാണ്, കഴിഞ്ഞ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ നിങ്ങൾക്ക് കുറെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, പഞ്ചായത്തുകൾ കിട്ടിയിട്ടുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ മിന്നന്ത വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് നിങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. വോട്ടിന്റെ പെർസെൻറ്റേജ് ആ കണക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ഒരു മേന്മയോ മേനിയോ നടക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പരാജയം ഉണ്ടായിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ആ തരത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കരുത്. KPCC അധ്യക്ഷ രൂപത്തിൽ ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചിത്രീകരിച്ചത്. നിങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ച് അങ്ങനെയല്ലേ? ഇതിന്റെ പരാജയം ഉണ്ടായപ്പോൾ KPCC അധ്യക്ഷനാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന രൂപത്തിലാണ്. നിങ്ങളൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കളല്ലേ? എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിങ്ങളൊക്കെ തന്നെ വളഞ്ഞിട്ട് എന്നെ ആക്രമിക്കുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടത്. ഇത് ക്രൂരമായി പോയി. I leave it to your conscience. നിങ്ങളൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാനൊന്നും പേരെടുത്തൊന്നും പറഞ്ഞില്ല, എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. കേൾക്കൂ, ഞാൻ പറയാം. ഞാൻ KPCC അധ്യക്ഷ രൂപത്തിലല്ല നിങ്ങളെന്നെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ പലപ്പോഴും വളരെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ തന്നെ ശിരസാ വഹിച്ചുകൊണ്ട് പോയവനാണ്. ഈ പാർട്ടിയിൽ എന്തെല്ലാം കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണം നിങ്ങളൊക്കെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വീകാര്യമായിട്ട് മുഴുവൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടി സ്വീകരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ നടപടി സ്വീകരിച്ച കാര്യം. എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഞാൻ KPCC അധ്യക്ഷനായ ദിവസം തൊട്ട് ഇന്ന് വരെ എൻ്റെ പ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ്. എനിക്ക് ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല. ഈ കോവിഡ് മഹാമാരി കാലത്ത് പോലും
മുടങ്ങാതെ ഞായറാഴ്ച ദിവസങ്ങൾ ഇപ്പോൾ രാത്രി 12:30 മണിക്കാണ് ഞാൻ പോകാറുള്ളത്. നിങ്ങൾ പലരും പറയാറില്ല, ശ്രദ്ധിക്കണം, കോവിഡാണ്, ഇത് കണ്ടെയ്ൻമെന്റ് സോണായിരുന്നു. ഇവിടെ ആരും വരാറില്ല. ഇവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. ഏത് ജില്ലയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് അവർ തിരിച്ചയക്കാൻ വേണ്ടി വണ്ടിക്കൂലി പോലും കൊടുത്തുകൊണ്ട് ഞങ്ങൾ കഠിനാധ്വാനവും കഷ്ടപ്പാട് നടത്തിയത്. ആരും സഹായിച്ചിട്ടാണോ? അല്ല. ആരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടാണോ? അല്ല. പാവപ്പെട്ട പ്രവർത്തകന്മാർ നടത്തിയ സേവനം കണ്ടില്ല. നിങ്ങൾ നടിക്കരുത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ എടുത്ത നിലപാടിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയും, ഞാൻ കറക്റ്റ് ചെയ്യാം. മിസ്റ്റർ അജിത്, ഞാൻ ആ കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ചർച്ച നടത്തി വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിയോ ഒരു പിന്നോക്ക് പോക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആത്മവിമർശനമാണ് വേണ്ടത്. സിജി, അതാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലാക്കണം. അതല്ലാതെ ഒളിച്ചോട്ടമല്ല. തെറ്റ് തിരുത്തണ്ടേ, മുന്നോട്ട് പോകണ്ടേ. ഞങ്ങൾക്ക് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം ഉണ്ടാക്കാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. അത് തീർച്ചയായിട്ടും ഇന്നലെയും ചർച്ചയായിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാനും അതും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അത് ശരിയുമല്ല. ഇന്നലെ നടന്ന രഹസ്യമായ ചർച്ചകൾ, കാരണം രഹസ്യ സ്വഭാവം ഉണ്ടാണല്ലോ, ഒരു പാർട്ടിയല്ലേ, അത് പരസ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു പരസ്യമായ ഒരു അലക്കിന് വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. DCC അധ്യക്ഷനെതിരായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സത്യത്തിൽ അതല്ല അതിൻ്റെ ശരി. നമുക്ക് പറയേണ്ട ഫോറമുണ്ട്, അവിടെ വെച്ച് പറയാം. അതല്ലാതെ കടന്നാക്രമിക്കുക, പോസ്റ്റർ എഴുതുക എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് ഗുണമാണോ എന്ന കാര്യം അവർ ചിന്തിച്ചാൽ മാത്രം മതി. എനിക്കൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റ് വല്ലവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ, വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, പരിശോധിക്കണ്ടേ? പരിശോധിക്കണം. സീറ്റ് നിർണയ കാര്യത്തിൽ അപാകമുണ്ടായിട്ടുണ്ടോ, അത് പരിശോധിക്കണം. അത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് സംഭവിച്ചതിനെ കുറിച്ച് വിശദീകരണം ചോദിക്കണം. അതല്ലാതെ പരസ്യമായിട്ട് ചുവരെഴുത്തും പരസ്യമായിട്ട് ഈ തരത്തിലുള്ള ഒരു വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് പാർട്ടിക്ക് ഗുണം ചെയ്യും? അത്ര മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. ആരെയും ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ആരെയും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, ഇന്നലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു ഇങ്ങനെ ചർച്ച നടത്തിയാൽ പോരാ. കാരണം ആ യോഗത്തിലേക്ക് നമ്മൾ DCC പ്രസിഡന്റുമാരെയൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ അവർക്ക് നല്ല വിശദീകരണം തരാൻ സാധിക്കും. എന്തുണ്ടായി, എവിടെയാണ് ന്യൂനതകൾ ഉണ്ടായിട്ടുള്ളത്, സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകം ഉണ്ടായിട്ടുണ്ടോ, KPCC കൊടുത്ത മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും നേതാക്കന്മാരുടെ ദുസ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ തന്നെ പരിശോധിക്കണം. ഒക്കെ പരിശോധിച്ചേ മതിയാവുകയുള്ളൂ. പാർട്ടി അങ്ങനെ പോകാൻ സാധ്യമല്ല. ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പാർട്ടി പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റുമോ? പറ്റില്ല. ഇതൊരു വലിയ ജനാധിപത്യ പാർട്ടിയല്ലേ. കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ പോകണം. അങ്ങനെയാണല്ലോ ഞങ്ങൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഗൈഡ് ലൈൻസ് എല്ലാ ഘടകങ്ങളിലും കൊടുത്തത്. അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ഒരു തരത്തിൽ പോലും വ്യാകുലത വേണ്ട. ഇതൊക്കെ തന്നെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ന്യൂനതകളെക്കുറിച്ച് ഇന്നലെ തന്നെ കുറേ വിമർശനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സ്വയം നടത്തി. ഞങ്ങൾക്ക് തന്നെ പല നിഗമനങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കറക്റ്റീവ് സ്റ്റെപ്സ് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെയൊക്കെ തന്നെ പൂർണ്ണമായ പിന്തുണ. ഞങ്ങൾ ജയിച്ചു വരണം. ഈ നാട്ടിൻ്റെ ആവശ്യമാണത്. ഇവിടെ ഒരു ഭരണമാറ്റം ആവശ്യമില്ലേ? ആത്മാർത്ഥമായിട്ട് പറയും.
നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വീക്ഷണങ്ങളും സമീപനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പറയും ഇവിടെ ഒരു ചേഞ്ച് ആവശ്യമില്ലേ? ആരാണ് ഇവിടെ ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ദയവ് ചെയ്ത് ഞങ്ങളുമായിട്ട് സഹകരിക്കണം. നിങ്ങൾ കൂടി സഹകരിക്കണം. നിങ്ങളുടെ സഹകരണം കൂടി എന്താണ് നിങ്ങൾ ഇന്ന് നടത്തിയത്? കേൾക്കൂ. ഞാൻ ആനിമൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണത്. ഒരു മാനിനെ ഞാൻ പറയുന്നില്ല, ദുഷ്ടമൃഗങ്ങൾ വളഞ്ഞിട്ട് കൊണ്ട് ആക്രമിക്കുന്ന പോലെയല്ലേ നിങ്ങൾ എന്നെ ആക്രമിച്ചത്? ഞാൻ അത്ര വല്ല തെറ്റ് വല്ലതും ചെയ്തോ? പറയൂ, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ആ തെറ്റ് ഇപ്പോൾ തന്നെ തിരുത്താം. പറയൂ. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. അല്ല, കേൾക്കൂ, ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രീയമായ, ഞാൻ എന്ത് പറയണം, അത്രയും വലിയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അതൊക്കെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് എന്ത് പറയാനാണ്? പക്ഷെ നിങ്ങൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചതോ? ഒരു മാനിനെ ചെന്നായ്ക്കൾ ആക്രമിക്കുമ്പോഴല്ലേ നിങ്ങൾ എന്നെ ആക്രമിച്ചത്? എന്നെ മാത്രം ഐസൊലേറ്റ് ചെയ്തുകൊണ്ട്, ഐസൊലേറ്റഡ് അറ്റാക്ക്. അങ്ങനെയുണ്ടോ ഒരു ഏർപ്പാട്? ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമല്ലേ? അത്ര പോലും ഞാൻ വിശദീകരിക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നു, ഒരു കൂട്ടുത്തരവാദിത്തം ഈ പാർട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടുത്തരവാദിത്തത്തിന്റെ തത്വങ്ങൾ, ആ മൂല്യങ്ങൾ, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്ത് ജോസ് കെ മാണി വിഭാഗത്തെ മാറ്റിയത് എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം വിട്ടുപോയതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കതും സംസാരിക്കാതെ വയ്യല്ലോ, നിങ്ങൾ ചോദിക്കുമല്ലോ. ഇത് സംബന്ധമായിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണെന്ന കാര്യം. ഒരു നിലപാടുമല്ല, യൂണിഫോമായിട്ടുള്ള നിലപാട് മാത്രമേ ഉള്ളൂ, ഏകീകൃതമായ നിലപാട്. അല്ല, അത് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ തരാം. കോപ്പി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താം. RNPക്ക് ഒരു കാലത്തും എന്നെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതേക്കുറിച്ച് ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു നിർത്തുന്നു. എന്തൊരു കഷ്ടമാണ്. അങ്ങനെ പറയുന്നൊരു അർത്ഥമുണ്ടോ? വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് തരുമായിരുന്നോ? പറയൂ. പരാജിതരെ അന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിജയിച്ചപ്പോൾ നിങ്ങൾ എനിക്കൊന്നും ക്രെഡിറ്റ് തന്നിട്ടില്ലല്ലോ. എങ്ങനെ? ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കണ്ട. സ്മോൾ തിങ്സ്.
നോ, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റല്ല. പാലക്കാട്ട് എടുത്തോളൂ. പാലക്കാട്ട് നഗരസഭയിൽ സത്യത്തിൽ BJPക്ക് അതിശക്തമായ എതിർപ്പ് അത് ഉയർത്തിയത് ആരാണ്? കോൺഗ്രസ് മാത്രമാണ്. CPM ചിത്രത്തിലില്ല പാലക്കാട്ട്. അങ്ങനെ പറയരുത്. നിങ്ങൾ മലബാറിൽ നോക്കൂ, പോരാട്ടം ഞങ്ങൾ CPM BJP തമ്മിൽ എല്ലാ സ്ഥലത്തും ശക്തമായ പോരാട്ടമാണ്. 2700ഓളം സ്ഥലങ്ങളിൽ BJPക്ക് ഈ തവണ സ്വന്തം സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം. ശക്തി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്ത ശക്തി നിങ്ങൾ ദയവായിട്ട് BJPക്ക് ചാർജ് കൊടുക്കരുത്, ദയവായി ചെയ്യരുത്. അവർക്ക് എവിടെയെങ്കിലും അല്പം ശക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തിക്കൊണ്ട് എന്താണ് കാരണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. മലബാറിലൊക്കെ സ്ഥിതിയുണ്ടല്ലോ, CPMന്റെ കുറേ വോട്ടുകൾ അവർക്ക് പോയതായിട്ട് എനിക്കറിയാം. തീർച്ചയായിട്ടും പരിശോധിക്കണം. സത്യത്തിൽ ജോസ് കെ മാണിയുടെ ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരോധാനമോ അദ്ദേഹത്തിൻ്റെ വിട്ടുപോക്കോ അത് മാത്രമല്ല മധ്യ തിരുവിതാംകൂറിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടി എന്ന കാര്യം ഞങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് സത്യസന്ധമായ ഒരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾ തന്നെയാണ് പലയിടത്തും ഇതുപോലെ ചോർന്നു പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും ഇപ്പോൾ കിടക്കില്ല. ഇതൊക്കെ തന്നെ പറയാനുള്ള ഒരു മാൻഡേറ്റും എനിക്കില്ല. ഇതൊക്കെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ വിശദമായ യോഗം, നേതൃത്വത്തിൻ്റെ വിശദമായ ചർച്ച, അതിനുശേഷം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ. നേതാക്കന്മാരുടെ ഒന്നും ഒരഭാവം ഈ പാർട്ടിക്കില്ല, ഇല്ലായ്മ ഉണ്ടായിട്ടില്ല. എപ്പോഴും നേതാക്കന്മാരുടെ വലിയ ബാഹുല്യമുള്ളൊരു പാർട്ടിയാണ് ഈ പാർട്ടി. അതൊന്നും നിങ്ങൾ ഒരിക്കൽ പോലും അതിനൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അതൊന്നും ഒരു കാര്യമേ അല്ല. അത് ഇന്നലെ ചർച്ചയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചർച്ചയായിട്ടുണ്ട്. അത്രമാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. BJP നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്ത് കമൻറ്റ് ചെയ്യാനാണ്? അദ്ദേഹം ആരാണെന്നറിയുമോ? രാജഗോപാൽ. അദ്ദേഹം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവനാണ്, ഏക അംഗം BJPയുടെ. അപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് CPM-ഉമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുകൊണ്ടാണല്ലോ അദ്ദേഹം ശ്രീരാമകൃഷ്ണൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ് നിലപാടെടുക്കേണ്ടത്? ഞങ്ങൾ കോൺഗ്രസിനോടും അതുപോലെ തന്നെ CPM-നോടും സമദൂര സിദ്ധാന്തം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര മാന്യമായിട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു. അതല്ല, അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു ശ്രീരാമകൃഷ്ണൻ ഞാൻ വോട്ട് ചെയ്യുമെന്ന കാര്യം. അപ്പം അതേക്കുറിച്ചൊന്നും പറയണ്ട, അതിനൊക്കെ ഞങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യാനാ? അദ്ദേഹത്തോട് എനിക്ക് നല്ല ആദരവുണ്ട്, എത്രയോ വർഷക്കാലമായിട്ട് എനിക്കറിയാം. പ്രതിപക്ഷ നേതാവിനൊന്നും നിങ്ങൾ ആ രൂപത്തിൽ ദയവായിട്ട് കാണരുത്. പ്രതിപക്ഷ നേതാവാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവന്നത്, ഓരോന്നോരോന്ന്. അത് നിസ്സാരമാണോ?
ആർക്കെങ്കിലും ഈ നിമിഷം വരെ അത് ഗണ്ണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പക്ഷെ നിർഭാഗ്യവശാൽ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് അതൊരു വലിയ ചർച്ചയാക്കാൻ സാധിക്കാതെ പോയി എന്നതാണ് ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത്. പ്രതിപക്ഷ നേതാവ് ചരിത്രപരമായ ദൗത്യം തന്നെയാണ് അദ്ദേഹം നിർവഹിച്ചത്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തെ ഒന്നും നിങ്ങൾ ആരും ഇകഴ്ത്തി കാണരുത്. വസ്തുതയല്ലാതെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവിന് വരായിട്ടും ചെറിയ ചെറിയ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തെ കുറിച്ചൊക്കെ. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ യഥാസമയം പറയണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ടാണോ അദ്ദേഹം പറയുക? അദ്ദേഹം യഥാസമയം പത്രക്കാരെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അതൊരു പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. അത് ശക്തിയായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുമുണ്ട്. മാണി സി കാപ്പന്റെ നിലപാട് വരട്ടെ. അത് വന്ന ശേഷം ആ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായം രേഖപ്പെടുത്താം. എങ്ങനെ? അതെനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാതെ ആ കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പറയാൻ സാധിക്കുമോ? മുഖ്യമന്ത്രിയെ പോലെ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം പാർട്ടി അദ്ദേഹമാണ്, പോളിറ്റ് ബ്യൂറോ അദ്ദേഹമാണ്, സെൻട്രൽ കമ്മിറ്റി അദ്ദേഹമാണ്. പാർട്ടിയുടെ സർവാത്മാവും പരമാത്മാവും എല്ലാം തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. ഒരാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഇകഴ്ത്തി കാണിക്കാനൊന്നും നമ്മൾ തയ്യാറല്ല. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അത്തരം പര്യടനം നടത്തണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്തിനാണ് വിയോജിപ്പ് പറയേണ്ട കാര്യം? അത് അവരുടെ രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര. ആ യാത്രയ്ക്കൊന്നും നമ്മൾ തടസ്സം നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മളെ വഴി നോക്കുക. നമുക്കെങ്ങനെ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാം, എങ്ങനെ പാർട്ടിയെ അതിശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതേക്കുറിച്ചാണ് ഞങ്ങളെ ചിന്ത. ഞങ്ങൾ തിരിച്ചു വരും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, മൂർത്തമായ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോയി എന്ന ദുഃഖമാണ് എനിക്കുള്ളത്. സത്യത്തിൽ ചിന്തിക്കുന്ന ആൾക്കൊക്കെ തന്നെ ആ ദുഃഖമുണ്ട്. അവരൊക്കെ തന്നെ അത് പങ്കുവച്ചിട്ടുണ്ട്. സീനിയർ ലീഡേഴ്സൊക്കെ തന്നെ അഭിപ്രായം പറയുമ്പോൾ സ്വയം ഒരു ഉണ്ടല്ലോ, ഒരു നിയന്ത്രണമല്ലേ വേണ്ടത്, ഒരു സെൽഫ് റെസ്ട്രെയിൻറ്റ് അതല്ലേ വേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുമോ, അവർക്കേതായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കുമോ, അവർക്കേതായിട്ട് ഹൈക്കമാൻഡിൽ പരാതി ബോധിപ്പിക്കുമോ, ഇതെല്ലാം ഇറലവൻ്റായ കാര്യമാണ്. അവർ തന്നെയാണ് ഇത്തരമൊരു ക്രിട്ടിക്കൽ പീരീഡിൽ അപസ്വരമല്ല വേണ്ടത്, ഐക്യമാണ് വേണ്ടത്. അതാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള ഒരുപാട് പാവങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെ മനോവീര്യം നമുക്കെടുത്താൻ പാടില്ല. ഇത്ര മാത്രമേ എനിക്ക് കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ, വിനയത്തോടുകൂടി. അതിനെക്കുറിച്ചൊന്നും പറയണ്ട. മനോവീര്യമൊക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുണ്ട് സാർ. നല്ല പ്രവർത്തകന്മാരാണ്, പാവങ്ങൾ. ആരും ഒന്നും കൊടുത്തുകൊണ്ടല്ല അവർ ഇതിൽ വർക്ക് ചെയ്ത്. അപ്പോൾ ചോദിക്കും, KPC പ്രസിഡന്റായ നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, പണം കൊടുക്കാൻ പറ്റിയില്ലെന്ന കാര്യം. ഞാൻ എൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ. എനിക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എല്ലാവരും കൂടി സഹകരിച്ചാലേ പണമൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ വടകരയിൽ മാത്രമല്ല വിജയിച്ചത്, അതിനു മുമ്പ് 5 തവണ തുടരെ ഞാൻ കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഞാനൊരു വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരള പൊതുസമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് അങ്ങോളമിങ്ങോളം അത് ചർച്ചയാക്കിയത്
ആ വിഷയം നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്ത റിസ്ക് എത്ര വലുതായിരുന്നു. മറക്കരുത്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല കേട്ടോ. ഓക്കെ, റൈറ്റ്.